ഒക്കെ ഒന്ന് തുറന്ന് സംസാരിച്ച് റൂട്ട് ക്ലിയർ ചെയ്ത് ഒരു സമാധാനമുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ ഒരുപക്ഷെ സായി ആഗ്രഹിക്കുന്നുണ്ടാവും. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഒരു തല നിറയെ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻസും വിഷമങ്ങളും ഒക്കെ ഒരു ഭാണ്ഡവുമായിട്ട് ബിഗ് ബോസിനകത്തേക്ക് കയറിപ്പോയിട്ട് അതൊക്കെ അവിടെ ഇറക്കി വെച്ച് ഒരു പുതിയ ലൈഫിലേക്ക് കടക്കാൻ ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തായാലും സീക്രട്ട് ഏജന്റ് എന്ന നമ്മുടെ സായി കൃഷ്ണയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. എന്തായാലും ഫാദർ വിളിച്ചു, സംസാരിച്ചു. അത് വളരെ നന്നായെന്ന് എനിക്ക് തോന്നി. ഇനി സായിക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാനും സാധിക്കട്ടെ, മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എന്തായാലും നല്ലൊരു പേഴ്സണാലിറ്റിയാണ് സായി എന്ന് സായി ഈ ഷോയിലൂടെ കാണിച്ചു കൊടുത്തു. നല്ലൊരു മനുഷ്യനാണ്, അത് നിസ്സംശയം നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഗെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന മനുഷ്യനുള്ള ലോകത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ല മനുഷ്യനെ കാണാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. വിൻ ചെയ്തോ ചെയ്തില്ലേ എന്നൊന്നുമല്ല, അതിലപ്പുറം സായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഉറപ്പായും ഒരു സ്ഥാനം നേടി